ഹായ് എവരി വൺ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ബാംഗ്ലൂരിൽ കംപ്ലീറ്റ് വൺ ഡേ എങ്ങനെ സ്പെൻഡ് ചെയ്തെന്നുള്ള ഒരു വീഡിയോയാണ്. ആക്ച്വലി ഒരുപാട് ലേറ്റായി, വീഡിയോ ഇടാൻ പറ്റിയില്ല, കുറച്ച് ബിസി ആയി പോയതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാത്തത്. ഫസ്റ്റ് തന്നെ ഞങ്ങൾ രാവിലെ റെഡി ആയിട്ട് പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഞങ്ങളുടെ സെക്കൻഡ് ഡേ ആയിരുന്നു, മീൻസ് വന്നിട്ടുള്ള സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ രാവിലെ മുതൽ നമ്മൾ പുറത്തൊക്കെ പോകാനായിട്ട് പ്ലാൻ ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻ്റാണ്, അവിടെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ വെജിറ്റേറിയൻ ഫുഡാണ് നമുക്ക് കിട്ടുന്നത്. ഫസ്റ്റ് തന്നെ കോഫി നമ്മൾ ഓർഡർ ചെയ്ത മസാല ദോശയും നെയ്റോസ്റ്റൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ ഇരുന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഉടുപ്പി റെസ്റ്റോറൻറ്റ് അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അവിടെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റാണ്, ബ്രാഞ്ചസ് ഒക്കെ ഒരുപാടുണ്ട്, വെജിറ്റേറിയൻ ഫുഡാണ് ഉള്ളത്. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് മെട്രോയിലോട്ടാണ്. അപ്പം എൻ്റെ ലൈഫിൽ ഞാൻ മെട്രോയിൽ കയറിയിട്ടേ ഇല്ല. അപ്പോൾ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇതെന്ന് പറയുന്നത്. അപ്പോൾ മെട്രോയിൽ കയറാനുള്ള എക്സൈറ്റ്മെൻറ്റും എല്ലാം ഉണ്ടായിരുന്നു. അവിടുത്തെ പ്രൊസീജിയറെല്ലാം എനിക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തു, കാരണം അതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് മെട്രോയിൽ കയറാൻ പോകുന്നു. രാവിലെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രശ്നമായിരുന്നു, ഇവിടെ വീഡിയോ എടുക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ അറിയാണ്ട് ഞാൻ വീഡിയോ എടുത്ത് പോയി. അപ്പോൾ അവർ പറഞ്ഞു വീഡിയോ പ്രൊഹിബിറ്റഡ് ആണ്. അവിടെ നമ്മൾ നേരെ എത്തിയത് വിധാൻ സൗദയിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഡേ ബസ്സിൽ പോയപ്പോൾ തന്നെ ഇവിടെ നോട്ട് ചെയ്തായിരുന്നു, ബാംഗ്ലൂർ വരുന്നവർ എന്തായാലും ഇവിടെ ടച്ച് ചെയ്യാണ്ട് പോകത്തില്ല, കാരണം വിധാൻ സൗദ അവിടുത്തെ ഫേമസ് ആയിട്ടൊരു പ്ലേസ്. അവിടെ കുറച്ച് നമുക്ക് എൻട്രൻസിൽ പ്രവേശനമില്ലായിരുന്നു. അവിടെ കുറച്ച് നിന്ന് അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ വന്നത് കബൺ പാർക്കിലാണ്. അവിടെ മറ്റേ പിങ്ക് ഫ്ലവേഴ്സ് കാണാനാണ് മെയിൻലി ഞാൻ കബൺ പാർക്കിലോട്ട് വന്നത്. പക്ഷേ ഞങ്ങൾ വന്ന ടൈമിൽ ഓൾമോസ്റ്റ് അതെല്ലാം കൊഴിഞ്ഞ് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിങ്ക് ഫ്ലവേഴ്സൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല. മൺഡേ ആയിരുന്നു ഞങ്ങൾ പോയത്, അതുകൊണ്ട് തന്നെ വലിയ തിരക്കും ഉണ്ടായിരുന്നില്ല. വർക്കിംഗ് ഡേ ആയിരുന്നുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കൊന്നും ഉണ്ടായിരുന്നു. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. കുറച്ച് ഫാമിലീസും കുറച്ച് വിസിറ്റേഴ്സും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. കബൺ പാർക്കിൽ കുറച്ച് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് റീൽസും ഡാൻസും ഒക്കെ എടുത്തതിന് ശേഷം അവിടെ നിന്നൊരു ഉച്ചയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഇറങ്ങിയത്. അവിടെ നിന്ന് നേരെ പുറത്തിറങ്ങിയപ്പോൾ ബാംഗ്ലൂരിൽ പുറത്ത് ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ കട്ട് ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഐസ്ക്രീം കുടിച്ചിട്ടുണ്ടെന്നു, പക്ഷേ ഞാൻ കട്ട് ഫ്രൂട്ട്സ് മേടിച്ചു. പക്ഷേ 40 റുപ്പീസാണ് ഒരു പ്ലേറ്റിന് വരുന്നത്. അത്യാവശ്യം എല്ലാ ഫ്രൂട്ട്സും ഇൻക്ലൂഡിങ് പപ്പായ, ബനാന, വാട്ടർമെലൺ, അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സ് ഇന്നത്തുണ്ട്. 40 റുപ്പീസിന് അത് വേർത്താണ്. അത് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫ്രഷ് ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത്. പൈനാപ്പിൾ, ഗ്വാ എല്ലാം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ഒരുപാട് നേരത്തെ ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു. നമ്മൾ ബാംഗ്ലൂർ പോണതിന് മുന്നേ തന്നെ കുറേ റീൽസൊക്കെ വാച്ച് ചെയ്തിട്ട് അവിടുത്തെ ഫേമസ് ഫുഡൊക്കെ നോക്കിയ ടൈമിൽ കണ്ടൊരു സംഭവമാണ് ബട്ടർ ഗുൽക്കണ്ട്. അത് നമ്മുടെ വിജയലക്ഷ്മി സ്റ്റോഴ്സിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ എന്നായിരുന്നു റീൽസിലൊക്കെ കണ്ടത്. അപ്പോൾ റീൽസും കണ്ടിട്ട് ഞങ്ങൾ എങ്ങോട്ട് പോവുകയാണ്, വിജയലക്ഷ്മി സ്റ്റോറിലോട്ട് പോവുകയാണ്. ഞങ്ങൾ നിന്ന സ്ഥലത്ത് നിന്ന്, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ചധികം ദൂരം ഉണ്ടായിരുന്നു. ഞങ്ങൾ ക്യാബ് വിളിച്ചിട്ടാണ് പോയത്. പക്ഷേ ആക്ച്വലി ഓട്ടോക്കാർക്കൊന്നും ആ പ്ലേസ് അത്ര അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ഏകദേശം നമ്മൾ ഒരു 20 മിനിറ്റ്സോളം എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ എത്താനായിട്ട്. അവിടെ എത്തിയിട്ട് ഞങ്ങൾ ഓട്ടോ എത്തിയപ്പോൾ ഞങ്ങൾ കുറച്ച് നടക്കേണ്ടി വന്നു. ആൻഡ് ഫൈനലി ഞങ്ങൾ ഷോപ്പ് കണ്ടുപിടിച്ചു. കുറച്ച് നേരം അന്വേഷിച്ച് നടക്കേണ്ടി വന്നു. മെയിനായിട്ട് വന്നിരിക്കുന്നത് നമ്മൾ ബട്ടർ ഗുൽക്കണ്ട് വാങ്ങാൻ വേണ്ടി തന്നെയാണ്. 110 രൂപയായിരുന്നു അതിന്. അപ്പോൾ ഇതാണ് ബട്ടർ ഗുൽക്കണ്ട്. ഇതിനകത്ത് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഐസ്ക്രീം, ദെൻ ഗുലാബ് ജാമുൻ, പിന്നെ ബനാന കട്ട് പീസ്, ഇത് മൂന്നുമാണ്. പിന്നെ ഒരു അരവണ പോലത്തെ ഒരു സാധനം കൂടി ഇതിനകത്ത് ആഡ് ചെയ്യും. പിന്നെ റീലൊക്കെ കാണുന്ന പോലെ അത്രയും ഹൈപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത്രയ്ക്ക് ഭയങ്കര ഹൈപ്പ് ടേസ്റ്റായിട്ട് തോന്നിയില്ല. എന്നാൽ ടേസ്റ്റും ഉണ്ടായിരുന്നു. ഒരു പായസം അല്ലെങ്കിൽ ഒരു കോവിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു പ്രസാദത്തിൻ്റെയൊക്കെ ഒരു ടൈപ്പ് ഓഫ് ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ടേസ്റ്റ് എന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ഒന്ന് മേടിച്ചിട്ട് ഷെയർ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ കൊള്ളാം, അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. കൂടുതലും ബനാനയുടെയും ആ അരവണ പോലത്തെ സംഭവത്തിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് നേരെ ഞങ്ങൾ വീണ്ടും മജസ്റ്റിക്കിൽ തന്നെ വന്നു. കുറച്ച് ഷോപ്പിംഗ് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മജസ്റ്റിക്കാണ് കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് തോന്നിയത്. കുറച്ചുകൂടി റേറ്റ് കുറവാണ് എല്ലാത്തിനും. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളിപ്പോൾ വന്നത് ബാഗും ചെരുപ്പും ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഹഷ്ന മാം ബാഗ് മേടിച്ചു, എനിക്ക് കുറച്ച് ചെരുപ്പൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് ചെരുപ്പൊക്കെ മേടിച്ചു.
അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ 3 മണിയായി. ഫുഡ് കഴിക്കാൻ ടൈമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയി ഫുഡ് പാഴ്സൽ മേടിച്ചിട്ട് റൂമിൽ കൊണ്ടുപോയി കഴിച്ചു. എന്നിട്ട് ഒരു കുഞ്ഞുറക്കം ഉറങ്ങിയിട്ട് നൈറ്റ് പുറത്തിറങ്ങാനുള്ള പ്ലാനായിരുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.